നമ്മൾ ഈ ഇടയായിട്ട് അധികമായിട്ട് കേട്ടുവരുന്ന ഒരു വേർഡാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യം. അതായത് ടോക്സിക് ആയ ആളുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നേക്കാം. അപ്പോൾ പലരും പറയുന്നത് ഇത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ്. എന്നാൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് ആളുകൾ ഉള്ളത് ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, അത് കൂട്ടുകാരുടെ ഇടയിലുണ്ടാകാം, ജോലിയിടങ്ങളിൽ കാണാം, അതുപോലെ നമ്മുടെ ഫാമിലീസിലുണ്ടാകാം ടോക്സിക് ആയിട്ടുള്ള ആളുകളെ. അപ്പോൾ എന്താണ് ഇവരുടെ പ്രത്യേകത? ടോക്സിക് ആയ ആളുകൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ടോക്സിക് ആയ ആളുകൾ പലപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളെ ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും. അതായത് ഇവർക്കിപ്പം ഇവർ കൂടെ നിൽക്കുന്ന ആളിനോട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ ആദ്യമായിട്ട് ചെയ്യുന്നവരെ ഇമോഷണലി ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരിക്കും. ആദ്യം ഇവരെ ഇമോഷണലി ഒക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടെത്തി അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് ഒരു എന്താ പറയുക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഇമോഷണൽ നീഡ്സ്, അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാണുമല്ലോ. അപ്പം അതെല്ലാം എന്തൊക്കെയാണെന്ന് ആദ്യം അറിയുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പം ആദ്യം ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഈ വ്യക്തിക്ക് എന്നോടൊരു കൺസേൺ ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ തോന്നി നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പം ഈ ഒരു അറ്റാച്ച്മെന്റിനെ പിന്നീട് പറ്റുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇടയാവും. അപ്പം ഈ ഒരു ഫ്രീഡം നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ, ബൗണ്ടറി ഇടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പരിധി വരെ നമ്മൾ അവർക്കൊരു ഫ്രീഡം കൊടുത്തു കഴിയുമ്പോൾ ഇവർ പിന്നീട് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളിലും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മുടെ ഫിനാൻസ് കാര്യങ്ങളും, നമ്മുടെ ബന്ധങ്ങളിലെല്ലാം അതിനെപ്പറ്റിയൊക്കെ ഇവരുടെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ കാണും നമ്മുടെ ലൈഫിൽ. നമ്മൾ പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് പോയ ശേഷം ഇവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു അറ്റാച്ച്മെന്റിനെ പിന്നീട് അവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇടയാവും. കാരണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇവരുടെ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല എന്നൊരവസ്ഥയിലേക്ക് വരും. അതുമാത്രമല്ല, അവർ ചെയ്യുന്നൊരു കാര്യം, ഇവർ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധത്തിന് നമ്മളെ അകറ്റി നിർത്തും, ഡിറ്റാച്ച് ചെയ്യും. മറ്റുള്ള ഫാമിലീസിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ കോളീഗ്സുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അവർ നമ്മളെ പൂർണ്ണമായിട്ട് ഡിറ്റാച്ച് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്പേസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾക്ക് അനുഭവിക്കുന്ന ഈ ഒരു ഡിസ്റെസ്പെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങളും വേദനകളും ആരോടും തുറന്നു പറയാനില്ലാത്തൊരവസ്ഥ വരുമ്പോൾ തന്നെ ഇവർ കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ചൂഷണം ചെയ്യും. അത് പിന്നീട് അവരെ മാത്രം, ടോക്സിക് ആയ ആൾ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മളുടെ പല അവകാശങ്ങളും നിരസിക്കുകയും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നടത്തി തരാതിരിക്കുകയും പിന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവർ നമ്മളെ ഫിസിക്കലിയും നമ്മളെ അബ്യൂസ് ചെയ്യാനായിട്ട് ഇടയുണ്ട്. കാരണം ഒരുപക്ഷെ എന്തെങ്കിലും സാഹചര്യത്തിൽ അതിനെതിരായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫിസിക്കലിയും അബ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ആദ്യമേ മനസ്സിലാവില്ല ഇവരൊരു ടോക്സിക് പേഴ്സൺ ആണ്, ഇവർ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ പോവുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവുകയാണ്, നമുക്ക് ആദ്യമേ അറിയില്ല. കാരണം നമ്മൾക്ക് വേണ്ട പല കാര്യങ്ങളിലും ഇവർ നമ്മളെ ഓവറായിട്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ഇവരുടെ ഇൻറ്റൻഷൻ ഒരു പക്ഷേ മറ്റു പലത് ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കുക, അറിയുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തിലാണ് എങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വെളിയിൽ വരാം, സ്റ്റെപ്പ് ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത പാർട്ടായിട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്കിതൊരു ടോക്സിക് പേഴ്സണെ മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ ഓവറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മുടെ അവകാശങ്ങളെ മാനിക്കാതെ നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം കൈകടത്തലുകൾ നടത്തി നമ്മൾ ഒന്നുമില്ലാതായി മാറുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, നമ്മളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ആള് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക, ഇമോഷണലി നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ നിരസിക്കുന്നുണ്ടോ, നമ്മളോട് ആദ്യം സ്നേഹം കാണിച്ചു ഇപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്, നമ്മളോട് ബഹുമാനമില്ല, നമ്മളിനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി തുടങ്ങുകയാണെങ്കിൽ നിങ്ങളത് അറിയുകയാണ്, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഇമോഷണലി ഡ്രെയിനാണ്, ഫിസിക്കലി ഡ്രെയിൻ ആവുന്നു, ടയേർഡായി, ക്ഷീണിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളൊരു കാര്യം അടുത്ത വീഡിയോ നോക്കാം. താങ്ക് യു.